ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം 28, 25, 26 വചനങ്ങൾ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് ജാതികൾ കാണുക എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും. അവർ അതിൽ നിർഭയമായി വസിക്കും. അതെ, അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും. അവരുടെ ചുറ്റുമുള്ളവരായി അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 25, 26 തിരുവചനങ്ങൾ ദൈവജനമായ ഇസ്രായേലിന് ദൈവം നൽകാൻ ഉദ്ദേശിക്കുന്ന രക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ജനം ദൈവം തിരഞ്ഞെടുത്ത അവിടുത്തെ സ്വന്തം ജനമാണ്. അവർ ജാതികളുടെ ഇടയിൽ ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അഥവാ കൽപ്പനകളനുസരിച്ച് ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ സംഭവിച്ചത് അതിന് വിരുദ്ധമായിട്ടാണ്. ദൈവം അവർക്ക് കൊടുത്ത ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും അവർ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ ദേശത്തിലെ ജാതികളുടെ ദേവന്മാരിലേക്ക് അഥവാ വിഗ്രഹാരാധനയിലേക്ക് അവർ പിന്തിരിഞ്ഞു. ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. അവർ അറിയാത്ത ജാതികളുടെ ദേവന്മാരെ അഥവാ വിഗ്രഹാരാധനയെ അവർ പിന്തുടർന്നു. അതിൻ്റെ അനന്തരഫലമായി ദൈവം അവരെ പല ദേശങ്ങളിലേക്ക് പ്രവാസികളായി ചിതറിപ്പായിച്ചു എന്നാണ് നാം ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചിതറിപ്പാർത്ത ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വാഗ്ദത്തമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ദൈവം അവരെ ശേഖരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരെ ദൈവം വിശുദ്ധീകരിക്കാൻ പോവുകയാണ്, ശുദ്ധീകരിക്കാൻ പോവുകയാണ്, യഥാസ്ഥാനപ്പെടുത്തുവാൻ പോവുകയാണ്. ശേഷം അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നു. അവർ അവരുടെ ദേശത്ത് നിർഭയരായി വസിക്കും. അവർ ഭവനങ്ങളെ പണിയും, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും. അവരുടെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മധ്യത്തിൽ അവർ തല ഉയർത്തി നടക്കും. ഞങ്ങളെ ഇപ്രകാരം അനുഗ്രഹിച്ച സർവശക്തനായ ദൈവം യഹോവ എന്ന് അവർ അറിയുകയും ചെയ്യും. എത്ര ശ്രേഷ്ഠകരമായ, മഹത്വകരമായ, സന്തോഷകരമായ വചനങ്ങളാണ് നാം കേൾക്കുവാനിടയായത്. പ്രത്യേകിച്ച് ഇസ്രായേലിനെ കുറിച്ച് ദൈവം അരുളിച്ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കേവലം ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമല്ല. ഇന്ന് ഈ തിരുവചന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ദൈവപൈതലിനും, ഓരോ ദൈവഭക്തനും, ഓരോ ദൈവവിശ്വാസിക്കും വേണ്ടിയുള്ളതാണ് ഈ വാഗ്ദത്ത വചനങ്ങൾ. നാം ഇസ്രായേൽ ജനത്തെ പോലെ ദൈവത്തിന് അനിഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ ദൈവത്തിൽ നിന്നും അകന്ന് ഇവിടെ ഇസ്രായേൽ ജനം ചെയ്തതുപോലെ അന്യ ആരാധനയിൽ നാം കുടുങ്ങിപ്പോയാൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനിടയാകയില്ല. എന്നാൽ ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ കൂടുതൽ അറിയുവാൻ, ദൈവത്തെ ചേർത്ത് പിടിക്കുവാൻ,
ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വന്നു നിറയുവാനിടയാവും. ആമേൻ. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം.